ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. മണിപ്പൂരിൽ വീണ്ടും ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. മണിപ്പൂർ ഇഷ്യൂ അടുത്ത ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മണിപ്പൂർ ഇങ്ങനെ അക്രമാസക്തമായിട്ട് അശാന്തമായിട്ടിങ്ങനെ തുടരുകയാണ്. 2023 സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ വീണ്ടും മണിപ്പൂർ വീണ്ടും കലാപത്തിലേക്ക് അക്രമത്തിലേക്ക് പോവുകയാണ്. ഇതിന് പ്രധാന കാരണം അല്ലെങ്കിൽ വീണ്ടും അക്രമം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നും ഒരു 6 പേരെ കാണാതായി. 6 പേരുടെ മൃതദേഹങ്ങൾ വെള്ളിയാഴ്ച മണിപ്പൂർ ആസാം അതിർത്തിയിൽ നിന്നും 6 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. അതായത് ജിരിബാം ജില്ലയിൽ നിന്നുമായിരുന്നു ഇവരെ കാണാതായത്. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും അക്രമാസക്തം അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ഈ കാണാതായ 3 പേരിൽ അല്ലെങ്കിൽ ഈ കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ 3 പേരെന്ന് പറയുന്നത് 2 സ്ത്രീകളും ഒരു കുഞ്ഞു കൊച്ചുമാണ്. അതായത് ആ കുഞ്ഞിൻ്റെ പ്രായമെന്ന് പറയുന്നത് വെറും 8 മാസം പ്രായമുള്ള കുഞ്ഞാണ്. അങ്ങനെ ഒരു 3 പേരെന്ന് പറയുന്ന 2 സ്ത്രീകളും ഒരു കുഞ്ഞുമാണ്. അപ്പോൾ ഈ 6 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ജനക്കൂട്ടം അക്രമാസക്തമാവുകയും മുഖ്യമന്ത്രി വീരേന്ദർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയും വസതിയിലേക്ക് അതിക്രമിച്ച് കയറുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ജനക്കൂട്ടത്തിന് നേരെ പോലീസ് കണ്ണീർവാത ഷെല്ലുകൾ ഉപയോഗിച്ചു. അങ്ങനെ വീണ്ടും ആക്രമണ പരമ്പരകൾ അവിടെ തുടരുകയാണ്. ഈ 6 പേരെ കാണാതായ സംഭവത്തിന് പിന്നിൽ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് നവംബർ 11-ം തീയതി സുരക്ഷാ സേനയും കുക്കി തീവ്രവാദികൾ, അവിടുത്തെ മെയിൻ പ്രശ്നമെന്ന് പറയുന്ന കുക്കി തീവ്രവാദികളാണ്. അവിടുത്തെ മെയിൻ ഇഷ്യൂസിനെല്ലാം മെയിൻ കാരണം കുക്കി തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ 10 കുക്കി തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു. ആ കൊല്ലപ്പെട്ടതിനുള്ള പ്രതികാര നടപടിയായിട്ടാണ് ഈ 6 പേരെ കാണാതായത്. ഈ 6 പേരെ കാണാതായി അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് അവിടുത്തെ ജനക്കൂട്ടം അക്രമാസക്തരായതും തീവ്രവാദികൾക്കെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് സൊസൈറ്റിയിൽപ്പെട്ട ആളുകൾ സർക്കാരിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ നടപടിയെടുക്കണമെന്നാണ് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ആ ഒരു പ്രതിഷേധത്തോടെയാണ് അവിടെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയതും മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ജനം അതിക്രമിച്ച് കയറുവാനായിട്ടുള്ള ശ്രമിച്ചതും. അപ്പോൾ സ്ഥിതിഗതികൾ അതീവ രൂക്ഷമായിട്ട് അവിടെ തുടരുകയാണ്. അത്ര നല്ല റിപ്പോർട്ടുകളല്ല മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിൽ നിന്നും അനുദിനം അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകളിലും പുറത്തേക്ക് വരുന്നത്. കാറുകൾ കത്തിക്കുക, ജനക്കൂട്ടം തെരുവുകളിൽ ഇറങ്ങുക, പോലീസുമായിട്ട് ഏറ്റുമുട്ടുക. അങ്ങനെ ഇംഫാലിൻ്റെ പല ഭാഗത്തു നിന്നും ഇത്തരം സീനുകളാണ് അല്ലെങ്കിൽ ഇത്തരം സംഭവവികാസങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ആക്രമണവും അല്ലെങ്കിൽ ഈ അശാന്തിയും കാരണം അവിടുത്തെ സംസ്ഥാന സർക്കാർ അവിടുത്തെ ഇൻ്റർനെറ്റ് സംവിധാനം നിർത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറലോകവുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് അവിടെ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സംഭവത്തെ തുടർന്ന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനം സന്ദർശിക്കണമെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. കുക്കി തീവ്രവാദികളാണ് ഈ വിഷയങ്ങൾക്കെല്ലാം കാരണം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുക്കി തീവ്രവാദികൾ അവിടെ വലിയ രീതിയിലാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം 2023 മുതൽ മണിപ്പൂർ ഇങ്ങനെ കത്തുകയാണെന്ന് പറയാം. ഇപ്പോഴിതാ വീണ്ടും ഇടയ്ക്കൊന്ന് ശാന്തമായെങ്കിലും വീണ്ടും അക്രമ പരിപാടികൾ പരമ്പരകൾ അവിടെ അരങ്ങേറുകയാണ്. ഏതായാലും സർക്കാരിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ തീവ്രവാദികൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ അത് വേറൊരു ലെവലിലേക്ക് വീണ്ടും ജനക്കൂട്ടം വൻ അക്രമാസക്തത്തിലേക്ക് പോകാനുമായിട്ടുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. ഏതായാലും എല്ലാവരും ഇങ്ങനെ മണിപ്പൂരിലേക്ക് അല്ലെങ്കിൽ എല്ലാ കണ്ണുകളും മണിപ്പൂരിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണെന്ന് പറയാം. കാരണം രാഹുൽ ഗാന്ധി ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയോട് അവിടെ സന്ദർശിക്കണമെന്ന്. ഏതായാലും വലിയ അക്രമ പരമ്പരകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനക്കൂട്ടം തെരുവിലിറങ്ങിയാൽ ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ നമുക്കറിയാമല്ലോ. പിടിച്ചു നിൽക്കുവാനായിട്ടും അല്ലെങ്കിൽ സർക്കാരിനെ പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ജനക്കൂട്ടം കളകി കഴിഞ്ഞാൽ. ഏതായാലും അത്ര നല്ല വാർത്തകളല്ല ഇംഫാലിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.